അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ പ്രതി ബാബുവിനുള്ള ശിക്ഷ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് പ്രഖ്യാപിക്കും. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള വാദം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. അതിക്രൂരമായി കൊലപാതകങ്ങൾ ചെയ്ത പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം. അങ്കമാലി മൂക്കന്നൂരിൽ സഹോദരനെയും ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ബാബു കുറ്റക്കാരനാണെന്ന് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. പ്രതിക്കെതിരെ ചുമത്തിയ കൊലപാതകവും കൊലപാതക ശ്രമവും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിഞ്ഞതായും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് പ്രതിക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള വാദം കോടതിയിൽ നടന്നത്. ശിവൻ, ഭാര്യ വത്സല, ഇവരുടെ മൂത്ത മകൾ സ്മിത എന്നിവരെ അതിക്രൂരമായാണ് ബാബു കൊലപ്പെടുത്തിയതെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ പലവട്ടം 3 പേരുടെയും തലയ്ക്ക് വെട്ടി. വത്സലയുടെ തലച്ചോറ് പുറത്തു വന്ന നിലയിലായിരുന്നു. ഇത്തരം ക്രൂരകൃത്യം നിർവഹിച്ച പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ പ്രതി ബാബു മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. ജയിലിലെ നല്ല നടപ്പ് പരിഗണിക്കണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു. വിശദമായി വാദം കേട്ട കോടതി ശിക്ഷ പ്രഖ്യാപിക്കുന്നത് ബുധനാഴ്ചയിലേക്ക് മാറ്റി. 2018 ഫെബ്രുവരി 12-നായിരുന്നു നാടിനെ നടുക്കിയ കൂട്ടക്കൊല അരങ്ങേറിയത്. മൂക്കന്നൂർ സ്വദേശികളായ ശിവൻ, ഭാര്യ വത്സല, ഇവരുടെ മൂത്ത മകൾ സ്മിത എന്നിവരെയാണ് ശിവൻ്റെ സഹോദരൻ ബാബു വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. സ്വത്ത് തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകം. കൊല്ലപ്പെട്ട സ്മിതയുടെ മക്കളായ അശ്വിൻ, അപർണ എന്നിവർക്കും വെട്ടേറ്റിരുന്നു. കുടുംബസ്വത്തായ ഭൂമിയിലെ മരം മുറിക്കാനെത്തിയ ബാബു ഇത് തടഞ്ഞ് ശിവനുമായി വഴക്കുണ്ടാക്കിയെന്നും തുടർന്ന് വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയെന്നുമാണ് കേസ്. കൈരളി ന്യൂസ്, കൊച്ചി.